Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നിങ്ങളുടെ റിസൾട്ട് വന്നായിരുന്നോ? കണ്ടായിരുന്നോ? കണ്ടു. ഓക്കെ, 1 minute കേട്ടോ. Good afternoon. Good afternoon. എന്നിട്ട് എങ്ങനെയുണ്ട്? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ഓരോരുത്തരെ മാർക്കായിട്ട് പോന്നോട്ടെ. എങ്ങനെയുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. 95. ഓക്കെ, 42. ഓക്കെ, ഹരിത പറഞ്ഞ പോലെ തന്നെ അല്ലെ. 85, 90 ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഷാനിക്ക് എത്രയുണ്ട്? 95. ഓക്കെ, ഫർസാന പറഞ്ഞായിരുന്നു, ടൈപ്പ് ചെയ്തായിരുന്നു. ശരണ്യ, ഓക്കെ. ഓക്കെ. പിന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, തസ്നിയ ആണോ? എനിക്കറിയില്ല പേര്. ആ കുട്ടിക്ക് എത്രയെന്ന് അറിയോ? നമ്മൾ റിവിഷൻ ചെയ്യുമ്പോ പെട്ടെന്ന് പറയും. തൻസിയാന്ന് തോന്നുന്നു. 88. ഓക്കെ ഓക്കെ, എല്ലാവർക്കും 80 എബോവ് ഉണ്ടല്ലേ. ഓക്കെ, ഹരിതയ്ക്ക് മാത്രം കുറഞ്ഞുള്ളൂ. ഷംസീറ, ഓക്കെ ഓക്കെ. വേറെ ആർക്കാ 40 മാർക്കുള്ളത്? 14. ഓക്കെ, 29. കുഴപ്പമില്ല. ഹരിതയ്ക്ക് മാത്രമുള്ള മാർക്ക് കുറഞ്ഞത്? 75. കുഴപ്പമില്ല. പാർവതി, ഓക്കെ. അനിൽ 61. എന്ത് പറ്റി, പഠിച്ചില്ലേ? എന്താ പറ്റിയേ? ഓക്കെ, എല്ലാവരും പാസ്സായിട്ടുണ്ടല്ലേ. വേറെ ലോ മാർക്ക് ആയിട്ടുള്ള ഒരാളില്ലല്ലോ. ഓക്കെ, എല്ലാവരും പാസ്സായില്ലേ? കിട്ടിയവരുണ്ടല്ലേ, ചിലപ്പോ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവരായിരിക്കാം അത്ര മാർക്ക് കിട്ടിയത്. ഹരിത നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. നമ്മുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെയല്ല തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഡൗട്ട് ഉള്ളതൊക്കെ കൂട്ടുകാരികളോടൊക്കെ ചോദിക്കാം. ഫസാനയുണ്ട്, അതുപോലെ തന്നെ ഷാനിയുണ്ട് അല്ലെ. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കി തരാറില്ലേ? അതുപോലെ പഠിക്കാം കേട്ടോ. ശരണ്യ, എല്ലാവരും ഉണ്ട്. അപ്പോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇതുപോലെ തേർഡും ഫോർത്തും മൊഡ്യൂളിന് ഇത്രയും മാർക്ക് തന്നെ എല്ലാവരും സ്കോർ ചെയ്യണം കേട്ടോ. ഓക്കെ, നല്ല മാർക്ക് ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, സന്തോഷമായി മിസ്സിന്. 70 എബോവ് ഉണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ,
അതെ, കമ്പൈൻ സ്റ്റഡി നടത്തിയാൽ നല്ലതാണ്. നമുക്ക് ബോറടിക്കില്ല. ചില ഈ 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും അല്ലെ. ഇതിപ്പോ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഒരു എന്താ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പറയാനായിട്ടും നമുക്ക് പഠിക്കാനായിട്ടൊക്കെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ മനസ്സിലാക്കുന്നത് വേറെ ആയിരിക്കാം, മറ്റൊരാളെ മനസ്സിലാക്കുന്നത് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോ നമുക്ക് അതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നന്നായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും പോവാട്ടോ. 6 month വരെ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. അതെ, കോഡ് വെച്ച് പറഞ്ഞു അല്ലെ, കോഡ് വെച്ചിട്ട്. ഓക്കെ, അതെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ എടുത്താലോ? ഡിസ്ചാർജ് പ്രോസസ് വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ചുമ വരുന്ന ഡിസ്റ്റർബൻസ് ആണത്. ചുമ മാറുന്നില്ല, അതാ പ്രശ്നം. ഓക്കെ, ഹോസ്പിറ്റലില് പോയി മരുന്നുണ്ട്, ഹോമിയോ ആണ് കഴിക്കുന്നത്. പക്ഷെ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തൊണ്ട കുത്തൽ ഇടയ്ക്ക് വരും, അതാ പ്രശ്നം. ചുമ കുറവുണ്ട്, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ കൂടും. പിന്നെ വായ അടയ്ക്കാൻ പറ്റില്ല ചില സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ. പറഞ്ഞോളൂ, എന്താ ടിപ്പ്? എല്ലാവർക്കും എന്താ ബെനഫിഷ്യലായിരിക്കും അല്ലെ? ഞാൻ കഴിക്കാറുണ്ട്, എന്നിട്ടാണ് ഇത്തിരി കുറഞ്ഞത് കേട്ടോ. ഇഞ്ചിയും തേനും കഴിക്കാറുണ്ട്. തിരിച്ച് പിഴിഞ്ഞിട്ട് എന്റെ നീരെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമായിരുന്നു. ഓക്കെ, വായിച്ചു വായിക്കാനേന്. ഓക്കെ, ചെയ്ത് നോക്കാം. കുടിക്കാറുണ്ട്, പിന്നെ ഞാൻ ഹോമിയോ മരുന്ന് കുടിച്ചപ്പോ പിന്നെ അത് നിർത്തി. ഇഞ്ചിനീര് കുടിക്കുന്നത് നിർത്തി. അങ്ങനെ രണ്ടും കൂടി കുടിച്ചാൽ കുഴപ്പമുണ്ടാവും? എനിക്കൊരു ഡൗട്ട്, അപ്പൊ അതുകൊണ്ടാണ്. ഇല്ല, ഓക്കെ. ഓക്കെ, അങ്ങനെ ചേർത്ത് കുടിക്കാം. ഓക്കെ, നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ, ചോദിച്ചാൽ മതിയല്ലേ? ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എല്ലാവരും ഹാപ്പി ആയല്ലേ? മാർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോ, റിസൾട്ട് വന്നപ്പോ എല്ലാവരും ഹാപ്പി ആയില്ലേ? ഉള്ളവരോടൊക്കെ പറഞ്ഞോ? ഹസ്ബൻഡിനോട്, അമ്മയോടൊക്കെ? ഓക്കെ, എന്ത് പറഞ്ഞവര്? ഇല്ല, പറഞ്ഞിട്ടില്ല. എപ്പോഴാ റിസൾട്ട് പബ്ലിഷ് ചെയ്തേ? ഹാപ്പി ആയി. കാലത്താണ് വന്നത് അല്ലെ? 12 മണി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്റർ നോക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാട്ടോ. ഇതുപോലെ തന്നെ തുടർന്ന് പഠിച്ചു പോവാം.
ഓക്കെ, അപ്പോ ഇനി ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയർ. ഡിസ്ചാർജിന്റെ പോളിസി എന്താണ്, പ്രൊസീജിയർ എന്താണ്? ഇനി നമ്മൾ എടുത്തു നിർത്തിയത് എന്താണ്? ഡിസ്ചാർജ് പ്രോസസ് ആൻഡ് ഇംപ്രൂവ് റവന്യൂസ്. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ എന്ന് പറഞ്ഞിരിക്കുന്ന 6 പോയിന്റ്സ് ഇല്ലേ, അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് കേട്ടോ. ഓക്കെ, എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കിടത്തി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അവരുടെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പർപ്പസ്, അതിന്റെ പ്രോസസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പോളിസി എന്താണ്? പോളിസിയില് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. എന്താണ് അവിടെ പറയുന്നത്? ഒരു പേഷ്യൻസിന് ഡിസ്ചാർജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെ, ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അല്ലെ, റിസോഴ്സസുകള് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടുത്തെ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടുത്തെ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. പിന്നെന്താണ്? ആൻഡ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് shall only be made by an order from the primary consultant. However, a patient may discharge himself or herself against medical advice. രണ്ട് തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് അവിടെ പറയുന്നത്. ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്, ഹോസ്പിറ്റൽ അംഗീകരിച്ച ഡിസ്ചാർജ് ആണെങ്കിൽ, അതായത് പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പ്രൈമറി കൺസൾട്ടന്റ്? ഓക്കെ, ഫിസിഷ്യൻ ആണ് അല്ലെങ്കിൽ ഡോക്ടർ ആണ് പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഡോക്ടർ അംഗീകരിച്ച ഡിസ്ചാർജിനെയാണ് നമ്മൾ പറയുന്നത് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു പനിയായിട്ട് ഒരാൾ വന്നു, അപ്പൊ എന്താണ്, 2 ആഴ്ച കിടക്കണം അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് മരുന്നുകൾ കാര്യങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് എന്താണ്, ഇയാള് നമുക്ക് ഡിസ്ചാർജ് ആക്കി വിടാം, നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആക്കാം എന്ന് പറയും അല്ലെ. അതെന്താണ്? ഡോക്ടർ അംഗീകരിച്ചതാണ്. പ്രൈമറി കൺസൾട്ടന്റ്, അതായത് ഡോക്ടർ അംഗീകരിച്ച ഡിസ്ചാർജിനെയാണ് നമ്മൾ പറയുന്നത് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അംഗീകരിക്കപ്പെട്ട ഡിസ്ചാർജ് ആണെങ്കിൽ ഡോക്ടർ പറയുന്നത് പ്രകാരം മാത്രമായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ. അത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? AMA, അതായത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അത് എത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണ്? പേഷ്യൻസ് ഡോക്ടറോട് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മള് ഡാമ, അതുപോലെ തന്നെ സാമ, ലാമ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഈ പോയിന്റ്സിലൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് പേഷ്യൻസിനെ നിർബന്ധിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിനെയാണ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ എന്താണ്? അത്തരത്തിലുള്ള ഡിസ്ചാർജിനെയാണ് നമ്മൾ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലാമ, ലാമ എന്നൊക്കെ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, എന്താണ്? The consultant or his designee shall document discharge instructions in the patient's
മെഡിക്കൽ റെക്കോർഡ് അറ്റ് ദി ടൈം ഓഫ് ആന്റിസിപ്പേറ്റഡ് ഡിസ്ചാർജ്. എന്താ അവിടെ പറയുന്നത്? ഈ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് ആരായിരിക്കും എന്നാ പറയുന്നത്? ഒന്നല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും, ഇല്ലേ? ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോക്ടറുടെ അസിസ്റ്റന്റോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാഫുകളായിരിക്കാം ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആവാം ഈ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്. അതിന്റെ കൂടെ നമുക്ക് എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണ് നമ്മൾ വിവരങ്ങൾ ഉണ്ടാവാം? മെഡിക്കേഷൻസിന്റെ, മരുന്നുകളുടെ വിവരങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അങ്ങനെ എല്ലാം ചേർത്തായിരിക്കും നമ്മൾ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, 3 കാര്യങ്ങളും ഒന്ന് നോക്കാം കേട്ടോ. 3 പോയിന്റ് വരെ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 4ാമത്തെ പോയിന്റ് നോക്കിയേ. A discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. നമുക്കറിയാം എന്താണ്, എല്ലാ പേഷ്യൻസിന്റെയും ഡിസ്ചാർജ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടല്ലേ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എല്ലാവരുടെയും ഡിസ്ചാർജ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് എപ്പോഴാണ് കൊടുത്തുവിടുന്നത്? അവർക്ക് എപ്പോഴാണ് കൊടുത്തുവിടാം? അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തുവിടോ? ഇല്ല, ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് സമ്മറി കൊടുത്തുവിടുന്നത്. ഓക്കെ, A discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. Okay, നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ പോയിന്റ് നോക്കിയേ. The ward sister shall be the responsible person to ensure compliance with this policy, like billing, duration to finish a discharge process. ഇനി എന്താ പറയുന്നത്? വാർഡ് സിസ്റ്റർക്ക് ചില കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ്? ബില്ലിങ്, അതുപോലെ തന്നെ എന്താണ് ഡ്യൂറേഷൻ ഓഫ് ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ്. ഇനി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോ കാലത്ത് ഡോക്ടർ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പോവാൻ പറ്റോ? പോവാൻ പറ്റോ? പോവാൻ പറ്റോ? ഇല്ല. എന്താണ് അതിന്റെ പ്രൊസീജിയർ, പ്രോസസ്സ്, ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഉച്ചയാകും, അല്ലെങ്കിൽ 4 മണിയാവും, അല്ലെ? ചിലപ്പോ രാത്രി വരെ ആവാറുണ്ട്, അല്ലെ? ഈവനിങ് ആയിട്ടേ നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പോ വാർഡ് സിസ്റ്റർക്ക് ചില കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ ബില്ലിങ്ങുമായിട്ട് ഡിസ്ചാർജ് സമ്മറിയുടെ എല്ലാ കാര്യങ്ങളും, അല്ലെ? നമുക്ക് ഡിസ്ചാർജ് ആകുമ്പോൾ അവിടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അടക്കണം, മരുന്നിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിന്റെയും ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ഇനി എത്ര സമയം എടുക്കും? ഈ രോഗികളൊക്കെ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഞങ്ങളുടെ കഴിഞ്ഞോ, ഇപ്പൊ തന്നെ ആവോ, അല്ലെ? പോവാൻ പറ്റും ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അവരെന്ത് പറയുന്നില്ല കേട്ടോ, കുറച്ചു നേരം കൂടി എടുക്കും, ചിലപ്പോ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും, ഓക്കെ എന്ന് പറയാറുണ്ട്, ഇല്ലേ? അപ്പൊ എത്ര ടൈം വരെയാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? വാർഡ് സിസ്റ്ററിൻ്റെതാണ്. അതെ, രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാവും, അതാണ് പ്രശ്നം. ഇനി എന്താണ് നെക്സ്റ്റ്? The discharge summary shall contain all patients' details. ഈ ഡിസ്ചാർജ് സമ്മറിയിൽ
എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ്, പേര്, വിവരങ്ങള്, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ രോഗം എന്താണ്, അതുപോലെ തന്നെ മരുന്നിന്റെ കാര്യങ്ങൾ അല്ലെ, എല്ലാ ഡീറ്റെയിൽസുകളും ഇതിലുണ്ടാവും, ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ്, ഇൻ ദ കേസ് ഓഫ് ഡെത്ത്, ഡെത്തിന്റെ അല്ലെ മരണം, കേസ് ഓഫ് ഡെത്ത്, ഡെത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ബി ഇൻക്ലൂഡ് ദ കോസ് ഓഫ് ഡെത്ത്. ഇനി എന്താണ് പറയുന്നത്, ഡെത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ മരണകാരണം ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഓക്കെ. The nurse shall be responsible for completing the discharge checklist and explaining discharge summary to the patient or family. Understanding shall be recorded in a document on the discharge checklist by getting signed by the patient or family. ഇനി ഡിസ്ചാർജ് സമ്മറി അല്ലെ, ഡിസ്ചാർജ് സമ്മറിയിൽ കംപ്ലീറ്റ് ആണോ എന്ന് നഴ്സുമാർ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവിടെയുള്ള നഴ്സ് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി കൂടാതെ രോഗിയുടെ ഫാമിലിക്ക്, രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ. എന്റെ മദറിലോനെ ഞാൻ ഈ തിമിരത്തിന്റെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് വഴി ആള് പോയി. അപ്പോ ക്യാമ്പ് വഴിയല്ല, ക്യാമ്പിൽ വന്നപ്പോ ആൾക്ക് തിമിരം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ എങ്ങനെയാണ്, നമുക്ക് കാലത്ത് പോയിട്ട് വൈകുന്നേരം നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് വരാം അല്ലെ. ഈ തിമിരത്തിന്റെ ശസ്ത്രക്രിയക്ക് പോയി കഴിഞ്ഞാല് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമുക്ക് കാലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം, ഇത്ര ഡേറ്റ് ഒക്കെ പറയുമല്ലോ, ആ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് ആ ദിവസം തന്നെ വരാനായിട്ട് പറ്റും. അപ്പൊ കാലത്ത് പോയി ഉച്ചയ്ക്കത്തിന് സർജറി കഴിഞ്ഞ് അതിനുശേഷം ഒരു 5 ആൾക്കാരെ, സർജറി കഴിഞ്ഞിട്ട് 5 അമ്മമാരെ നമ്മള് ഒരു റൂമില് സിസ്റ്ററും ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടാവും. എന്നിട്ട് കൂട്ടമായിട്ട് ഞങ്ങൾ ഒരു റൂമിലോട്ട് കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഡിസ്ചാർജ് സമ്മറി എടുത്ത്, എന്നിട്ട് ഈ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാവും. അതിന്റെ ബാക്കിൽ എന്താണ്, മരുന്ന് കാര്യങ്ങൾ, മരുന്ന് കുറെ മരുന്നുകൾ, തുള്ളിമരുന്നൊക്കെ വയ്ക്കണം. തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ അമ്മമാരോ അപ്പന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. കുറെ മരുന്നുകൾ, ഇന്ന ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഈ മരുന്ന്, ഒരാഴ്ച ഈ മരുന്ന്, അങ്ങനെ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. 1, 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ കാലത്ത് നമുക്ക് 6 മണിക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും മരുന്ന്. 6 മണിക്ക് തുടങ്ങിയിട്ട് ആൾക്കിങ്ങനെ വിളിച്ചു കൊടുക്കണം. 6:15 ഇന്ന് വേറൊരു മരുന്ന്, 6:30 വേറൊരു മരുന്ന്, 8 മണിക്ക്, 7:30, അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയുള്ള മരുന്നിന്റെ ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും, എത്ര തുള്ളിയാണ്, പിന്നെ ഒരു മരുന്ന് എത്ര ആഴ്ച നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ നേഴ്സ് നമ്മളെ കൂടി ഇരുന്നുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഇന്ന ദിവസം ഈ മരുന്ന് ഇന്ന നേരം ഒഴിക്കണം, തുള്ളി വെച്ച് വയ്ക്കണം, അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ വെച്ച് പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വിടുന്നത്, വീട്ടുകാരെയൊക്കെ വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയുണ്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും സിസ്റ്റർമാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഫാമിലീസിന് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, ആ ഡിസ്ചാർജ് സമ്മറിയുടെ ആ ഡിസ്ചാർജിന്റെ ചെക്ക് ലിസ്റ്റിൽ നമ്മളെ സൈൻ ചെയ്യിപ്പിച്ചാണ് വിടാറ്. രോഗിയെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിക്കും. ഇല്ലേ? ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. Patient who requested discharge against medical advice shall be explained the risk and informed consent policy. അപ്പൊ എന്താണ് അവിടെ നോക്കിയേ, മെഡിക്കൽ അഡ്വൈസ് ഷാൽ ബി എക്സ്പ്ലെയിൻഡ് the risk and informed consent policy. ഇനി എന്താണ് ഈ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, ഡാമ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാമ അല്ലെ. ഡാമ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ അങ്ങനെയുള്ള റിസ്കിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കൺസെന്റ് ഫോമിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് who leave hospital against medical advice are to be explain the consequences of LAMA. LAMA എന്ന് പറഞ്ഞാല് leave against medical advice. Leave against medical advice. And signature to be obtained in LAMA form inpatient record. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, അതുപോലെ തന്നെ ലാമ കേസസുകൾ അല്ലെ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസസ്, ഇതൊക്കെ സെയിം തന്നെ കൺസെപ്റ്റ് ആണ് കേട്ടോ. അങ്ങനെയുള്ള രോഗികളൊക്കെ ഹോസ്പിറ്റലുമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരിണിത ഫലങ്ങള്. നമ്മള് ചിലപ്പോ റൂട്ടിലൂടെ ഇപ്പോ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാരെല്ലാം ഉത്തരവാദികള് എന്നുള്ള ഒരു ഫോം എഴുതിയിട്ടാണ് നമ്മൾ വിടുന്നത് അല്ലെ. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദികൾ. ഇപ്പൊ എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെ വല്ലതൊക്കെ ആവുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലുകാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കൺസെന്റ് ഫോം എഴുതിയിട്ട് വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിനെ കുറിച്ചുള്ള പരിണിത ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇൻപേഷ്യൻസ് റെക്കോർഡ്സിൽ, ലാമയിലെ ഇൻപേഷ്യൻസ് റെക്കോർഡ്സിൽ നമ്മളെ സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് അവര് വിടുന്നത്. അത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ അത് 10ാമത്തെ? ഓക്കെ, പിന്നെ എന്താണ് 11ാമത്തെ പറയുന്നത്, എ പേഷ്യന്റ് ഹു കംസ് ടു കാഷ്വാലിറ്റി ടേക്ക് treatment and leave hospital with the CMO. CMO ന്റെ ഫുൾ ഫോം എന്താ? CMO എന്ന് പറഞ്ഞാൽ എന്താ? CMO എന്താ? ചീഫ് മെഡിക്കൽ ഓഫീസറും അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നും പറയും കേട്ടോ. രണ്ട് രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. CMO consent as OP consultation are given prescription based on patient's condition. ഇനി കാഷ്വാലിറ്റിയിൽ അതിന്റെ മീനിങ് ഇതാണ്, ഞാൻ വായിക്കാം. കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സയെടുത്ത് ഹോസ്പിറ്റലിൽ വിടുന്ന ഒരു രോഗിക്ക് CMO ആണ് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷന് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം, വിളിച്ച് കേൾക്കാം, എന്നിട്ട് എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ എടുത്ത് ഹോസ്പിറ്റലിൽ വിടുന്ന രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷന് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. അതായത് എക്സാമ്പിൾ പറയാം, ഒരാൾക്ക് വയറുവേദന വന്നു, കഠിനമായിട്ടുള്ള വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല, രാത്രിയാണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ എത്തിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ടാവോ? ഇല്ല, ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാഷ്വാലിറ്റിയിൽ വന്ന് കാണിക്കും. ഡോക്ടറെ നോക്കിയിട്ട് മരുന്ന് തന്ന് ഇഞ്ചക്ഷൻ തന്ന് അവിടെ കിടത്തി. വയറുവേദന കുറഞ്ഞു, അപ്പൊ അന്ന് അഡ്മിറ്റ് ആയി. പിറ്റേ ദിവസം ഡ്യൂട്ടി ഡോക്ടർ വന്നു, ആളെ പരിശോധിച്ചു. അപ്പൊ എന്ത് ചെയ്തു? നമ്മളോട് വയറിനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. ആ റിസൾട്ടുമായിട്ട് വന്നപ്പോ ഈ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു OPയിൽ ഒന്ന് പോയിട്ട് കാണിക്കാം, റിസൾട്ടിനോട് പോയിട്ട് കാണിക്കണം. അപ്പൊ എന്ത് ചെയ്തു? നമ്മളെ കാഷ്വാലിറ്റിയിൽ വന്ന് നമ്മൾ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എന്താണ്, ആ കാഷ്വാലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് തന്ന് വിടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മളെ അഡ്മിറ്റ് ആക്കി ഡിസ്ചാർജ് തന്നാണ് വിടുന്നത് അല്ലെ. OPയിൽ പോയി കാണിച്ചിട്ട് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ച് നമുക്ക് പോവാം ഇല്ലേ? ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അങ്ങനെയല്ലേ ചെയ്യുന്നത്? OPയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുമ്പോ അല്ലെ എന്താണ്, കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് തന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത് അല്ലെ. അതാണ്. അപ്പോ CMO ആണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആയോ?
ഇനി എന്താണ് പന്ത്രണ്ടാമത്തെ പോയിന്റ്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എവറി ഹോസ്പിറ്റൽ ഹാസ് ആൻ ഓർഗനൈസ്ഡ് ഡിസ്ചാർജ് പ്ലാനിങ് and that can increase the patient satisfaction. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, പ്രധാനമായിട്ടും ഉള്ള ഏരിയ ആണ് അല്ലെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത്. അവരാണ് എല്ലാ ഹോസ്പിറ്റലിലെയും എന്താണ് അവിടെയുള്ള ഡിസ്ചാർജ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഡിസ്ചാർജിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയോടെയാണോ ഹോസ്പിറ്റലിൽ വരുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അവര് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കിട്ടിയോ? 12 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാ? നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ദിവസം വന്നിട്ട് അല്ലെങ്കിൽ എന്താണ് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഓർഡർ കൊടുക്കും അല്ലെ, ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള ഓർഡർ കൊടുക്കുന്നു. ഇനി എന്താണ്? ഇൻഫോം അതർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോ ഒരാൾക്ക് തന്നെ ഇപ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെയും ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ ചികിത്സിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിനെയും ഇൻഫോം ചെയ്യണം ഇല്ലേ? ഡിസ്ചാർജ് ചെയ്യുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് പറയുന്നത്? റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസിന് മെഡിക്കേഷൻസുകൾ, പേഷ്യന്റിന്റെ മെഡിസിനുകൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പോ ഡോക്ടർ ഓർഡർ കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് നോക്കുമ്പോൾ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മരുന്നുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ വെട്ടിക്കളയുന്നുണ്ട്, ചാർട്ട് ചെയ്യുന്നതിൽ നിന്നൊക്കെ വെട്ടിക്കളയാറുണ്ട്. അപ്പൊ നേഴ്സ് ചിലപ്പോ അന്ന് രാവിലെ വന്നിട്ടായിരിക്കും ഇത് കഴിക്കാനുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് രോഗിക്ക്. അപ്പൊ രോഗിയുടെ കയ്യിലുണ്ടാവുന്ന ഒരു ചിപ്പിലൊക്കെ ഇട്ട് നമുക്ക് തരാറുണ്ട്, അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് നഴ്സുമാര് തരാറുണ്ട് മരുന്നുകൾ ഇല്ലേ, ഇത് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോ റൗണ്ട്സിന് ഡോക്ടർ വരുമ്പോഴായിരിക്കും കണ്ടീഷൻ ബെറ്റർ ആയിട്ടുണ്ട്, അപ്പൊ ഇന്ന് ഇയാളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയുന്നത്. പിന്നെ മരുന്നുകളൊക്കെ വെട്ടിക്കളയും. അപ്പൊ നേഴ്സ് കാലത്ത് കൊടുത്ത മരുന്നുകൾ ഏതെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മരുന്നുകൾ നമ്മൾ റിട്ടേൺ കൊടുക്കണം. അതാണ് അവിടെ പറയുന്നത്, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. കിട്ടിയോ? ഇനി എന്താ? പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പ്രിപ്പറേഷൻ ചെയ്യാം, ബില്ലുകൾ, അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പ്രിപ്പയർ ചെയ്യാം, ബില്ലിന്റെ കാര്യങ്ങളൊക്കെ. ഇനി എന്താ? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ചിലവര് ക്യാഷ് പേയ്മെന്റ് നടത്താറുണ്ട്, ചിലവർ എന്താണ് ഇൻഷുറൻസ് ചെയ്യാറുണ്ട് അല്ലെ. ക്ലെയിം ആയിരിക്കും ചിലവർക്ക് കിട്ടുന്നത് അല്ലെ, ക്ലെയിമിൽ ചെയ്യുന്നവരുണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ക്യാഷ് ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ ചെയ്യുന്നത്, ഇൻഷുറൻസ് ആയിട്ടാണോ ഉള്ളതെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി എന്താ? ഇപ്പോ ഇൻഷുറൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. അതായത് ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസീസ് ആണോ പേഷ്യന്റ് എടുത്തിരിക്കുന്നത് അത് അവർ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് വേണം, അവർ വെരിഫൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എത്ര എമൗണ്ട് ആണ് നമ്മൾ പ്രീമിയം എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് പ്രീമിയം അടച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വെരിഫൈ ചെയ്യുന്നു. ഇനി എന്താ? ഇൻഫോം വാട്ട് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഏത് വാർഡിലാണോ പേഷ്യന്റ് ഉള്ളത് ആ വാർഡിലെ സിസ്റ്ററെ ഇൻഫോം ചെയ്യും. അപ്പൊ സിസ്റ്റർ എന്ത് ചെയ്യും? പേഷ്യന്റിനോട് പറയാം, പോയിട്ട് ബില്ല് അടച്ചിട്ട് വന്നോളൂ, ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ബില്ല് സെറ്റിൽ അല്ലെ, സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. ഇനി അതിനുശേഷം എന്താണ്? കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. ബില്ലടച്ച ശേഷം മാത്രമാണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മരുന്നുകൾ അവർ തരുള്ളൂ. അപ്പൊ നമ്മൾ മരുന്നുകൾ കളക്ട് ചെയ്തു. പിന്നെ എന്താണ്? എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. നമ്മളോട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മരുന്നുകളുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് അവർ പറഞ്ഞു തരും ഇല്ലേ, സ്റ്റാഫ് നഴ്സുമാര് പറഞ്ഞു തരാറുണ്ട് അല്ലെ. ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇത്ര ഡോസിൽ കഴിക്കണം, ഇത് കാലത്ത് കഴിക്കേണ്ടത്, ഇത് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്, ഇത് കാലിലെ വേദനയ്ക്ക് വരുത്തേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയുടെ കൂടെ തന്നെ നമുക്ക് അത് തരുന്നു, ഡിസ്ചാർജ് സമ്മറി തരുന്നു, അതിന്റെ കൂടെ മെഡിക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താ? അറേഞ്ച് ട്രാൻസ്പോർട്ട് ഇഫ് നീഡഡ്. ഇനി ബൈസ്റ്റാൻഡർ ഒന്നുമില്ലാത്ത പേഷ്യന്റ്, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, അങ്ങനെയുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ, സൗകര്യങ്ങൾ, ഇപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ആംബുലൻസിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്, അവര് തന്നെ തരും. ഓക്കെ.
പിന്നെ എന്താണ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഇപ്പോ അതായത് പേഷ്യൻസ് റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് HIS എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സും ഇലക്ട്രോണിക്കലി നമ്മൾ ഇത് നിങ്ങൾക്ക് 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ ഈ HIS-നെ കുറിച്ചിട്ട്. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് വെക്കും പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ പേഷ്യൻസിനെ നമ്മൾ ഈ HIS-ൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ അവരാവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആയി പോയി, അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്ത് കളയണം. അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. വായിച്ചു നോക്കോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എളുപ്പമാണ്, ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ നമുക്ക് ഇതിനകത്ത്. ചർച്ച ചെയ്യുന്നത് അടുത്തെടുക്കട്ടെ മിസ്. ഓക്കെ, വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി? എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല്? ഈ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡിസ്ചാർജ് സമ്മറി ചോദിക്കാനുണ്ട്. ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. പ്രിപ്പയർഡ് ബൈ ആരൊക്കെയാണ്? ഹെൽത്ത് പ്രൊഫഷണൽസ് അറ്റ് ദി കൺക്ലൂഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ സ്റ്റേ. അല്ലെ, നമ്മള് എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറി തരുന്നത് ഹോസ്പിറ്റലിൽ വിടുന്ന ആ ലാസ്റ്റ് ഡേ ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ ലാസ്റ്റ് നമ്മള് വിടുന്ന ആ ലാസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേയിലാണ് ഈ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതാരാണ്? ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഡോക്ടേഴ്സ് ആവാം, അതിന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച ഏതെങ്കിലും സ്റ്റാഫുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. It often the primary mode of communication between healthcare team and aftercare providers. Aftercare providers എന്ന് പറയുന്നത് ആരായിരിക്കും? നഴ്സുമാരാണോ, ഡോക്ടർമാരാണോ, അല്ലെങ്കിൽ ഫാമിലീസ് ആണോ? ആരെയാണ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്? ആരെയാണ്? ഫാമിലീസിനെയാണ്. കാരണം എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഡിസ്ചാർജ് സമ്മറി തരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു എക്സാമ്പിള് എന്താണ്, ഫാമിലീസിനോട് എല്ലാ കാര്യങ്ങളും മെഡിസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരും. ഇന്ന മരുന്നുകൾ ഇത്ര പ്രാവശ്യം ഒഴിക്കണം, ഇത്ര തുള്ളി ഒഴിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ എന്താണ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ നമ്മളും ഫാമിലീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡാണ് ഇത് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ അത്? ഇനി എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദ റീസൺസ് ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ ആൻഡ് ഡിസ്ചാർജ്. അതാണ് റീസൺസ്. അഡ്മിറ്റ് ആക്കാനുള്ള റീസൺസ് എന്താണ്?
അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഫൈൻഡിങ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ്. സിംറ്റംസ് എന്തൊക്കെയാണ്, ഡയഗ്നോസിസ് രോഗനിർണയം, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കണ്ടീഷൻ, ടൈം ഓഫ് ഡിസ്ചാർജ് എങ്ങനെയാണ് എന്നുള്ളത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി ടെസ്റ്റുകൾ. നമുക്കറിയാം ഇപ്പോ സ്കാനുകൾ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് പ്രൊസീജിയർ. അപ്പൊ എന്താണ് മെഡിസിന്റെ കാര്യങ്ങൾ അല്ലെ, രോഗിക്ക് എത്ര രീതിയിലുള്ള മെഡിസിനുകളാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഷോർട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. എത്ര തരത്തിലുള്ള മെഡിസിനുകളാണ്, അതിന്റെ പേരുകൾ, അതൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവും. അതിന്റെ പേരടക്കം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്താ ഫോളോ അപ്പ് അഡ്വൈസ്. നമ്മൾ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വീകരിക്കപ്പെട്ട ഡയറ്റ് പ്ലാൻ വേണോ, ഇപ്പോ എന്താ സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് എത്ര രീതിയിലുള്ള എക്സസൈസ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. Medications and other instructions and how to obtain urgent care in an understandable manner. അതുപോലെ തന്നെ എന്താണ് ഈ മെഡിക്കേഷൻസിന്റെ കാര്യങ്ങൾ, മരുന്നിന്റെ കാര്യങ്ങളായാലും അതർ ഇൻസ്ട്രക്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ അർജന്റ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ട രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അതും ഡിസ്ചാർജ് സമ്മറിയിൽ എത്രമാത്രം നമ്മൾ അർജന്റ് കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? മരുന്നിന്റെ കാര്യങ്ങളായാലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, മരുന്നിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. ഇനി അർജന്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ എത്രമാത്രം നമ്മൾ അർജന്റ് കെയർ കൊടുക്കണം എന്നുള്ളതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, വായിച്ചോക്കെ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്താ പ്രശ്നം ഹരിത? മാം എനിക്കിപ്പോ മാം ഫസ്റ്റ് പറഞ്ഞില്ലേ 12 പോയിന്റ്സ് പറഞ്ഞില്ലേ, 10ാമത്തെ പോയിന്റ്സ് ഒന്നുകൂടെ പറയാമോ? ലാമിന്റെ ലാമ വരുന്ന പ്രശ്നമില്ലേ, ഒന്നുകൂടെ പറയാമോ 10ാമത്തെ പോയിന്റ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ 10ാമത്തെ പോയിന്റ്. എവിടെ പോയി ഹരിത? എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലായില്ല, മനസ്സിലാക്കാൻ. ആർക്കറിയാം? ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തേ. ആരുമില്ലേ പറയാൻ? അതായത് ലാമ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ലാമയുടെ ഇൻപേഷ്യന്റ് റെക്കോർഡിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്.
ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.